നമസ്കാരം സുഹൃത്തുക്കളെ, വാൻഡ്രിങ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏഷ്യയിൽ തന്നെ വാഹനഗതാഗതം ഇല്ലാത്തൊരു ഹിൽ സ്റ്റേഷൻ അത് ഇന്ത്യയിലെ മത്തേരാനാണ്. മത്തേരാനിലോട്ട് പോയ യാത്രാവിശേഷങ്ങളാണ് ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. മത്തേരാൻ എന്ന പേരിനർത്ഥം നെറുകയിലെ കാട് എന്നാണ്. ആ വിശേഷം പോലെ തന്നെയാണ് അവിടുത്തെ പച്ചപ്പും. ആ പച്ചപ്പിൻ്റെ ഹരിതാഭംഗിയുടെയും കാഴ്ചകളിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത്. മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സുഖവാസ കേന്ദ്രമാണ് മത്തേരാൻ. മത്തേരാൻ കാണാൻ അനുയോജ്യമായ സമയം മൺസൂൺ സമയങ്ങളാണ്. ഇവിടുത്തെ മുഖ്യ ആകർഷണം ടോയ് ട്രെയിനും കുതിരസവാരിയും കൈകൊണ്ട് വലിക്കുന്ന റിക്ഷകളുമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായതിനാൽ ഈ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും 800 മീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. മുംബൈയിൽ നിന്നും 90 കിലോമീറ്ററും പൂനെയിൽ നിന്നും 120 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ് മത്തേരാൻ. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് മത്തേരാൻ ഒരു ഹിൽ സ്റ്റേഷനാക്കി മാറ്റിയത്. മഹാരാഷ്ട്രയിലെ ഏക ടോയ് ട്രെയിൻ സർവീസ് മത്തേരാനിലാണ്. വാഹനഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതിനാൽ മത്തേരാൻ ബഹളങ്ങളൊന്നുമില്ലാതെ കണ്ടാസ്വദിച്ചു വരാൻ കഴിയും. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് മത്തേരാൻ ഒരു ഹിൽ സ്റ്റേഷനാക്കി മാറ്റിയത്. ഇതൊരു ഹിൽ സ്റ്റേഷനാക്കിയത് ബ്രിട്ടീഷുകാരായതിനാൽ പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവും മറ്റ് കെട്ടിടങ്ങളും ഇവിടെ കാണാൻ കഴിയും. മത്തേരാനിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ വ്യൂ പോയിന്റുകളാണ്. 35ലധികം വ്യൂ പോയിന്റുകളാണ് ഇവിടെ ഉള്ളത്. ഓരോ പോയിന്റുകൾക്കും ഓരോ പേരുകൾ: പനോരമിക് പോയിന്റ്, എക്കോ പോയിന്റ്, ഹണിമൂൺ പോയിന്റ്, അങ്ങനെ അനേകം പോയിന്റുകളാണ് ഇവിടെ ഉള്ളത്. മൺസൂൺ സമയമായതിനാൽ നിരവധി വെള്ളച്ചാട്ടങ്ങളും നിരവധി അരുവികളും ഇവിടെ കാണാൻ കഴിയും. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഏവർക്കും മത്തേരാൻ ഒരു അനുയോജ്യമായ ഒരു സ്ഥലം തന്നെ ആയിരിക്കും. മത്തേരാനിലേക്ക് വരുന്നവർ കഴിവതും പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് പ്ലാസ്റ്റിക് സാധനങ്ങളും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മഹാരാഷ്ട്ര കാഴ്ചകൾ ഇനി അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ.